ചില മനുഷ്യർ നടന്നു തീർത്ത വഴികൾ വെറുമൊരു മണ്ണിലല്ല, ഒരു ജനതയുടെ ഹൃദയത്തിലായിരുന്നു. ആരായിരുന്നു ഫാദർ സാൻസ്വാമി? വെറുമൊരു പുരോഹിതനായിരുന്നോ? അതോ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വിപ്ലവം രചിച്ച ഒരു പോരാളിയോ? ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ജാർഖണ്ഡിലെ ചുവന്ന മണ്ണിൽ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു സാൻസ്വാമി. തമിഴ്നാട്ടിലെ തൃശ്ശിനപ്പള്ളിയിൽ ജനിച്ച സാൻസ്വാമി തൻ്റെ ജീവിതം പണയം വെച്ചത് ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടിയായിരുന്നു. കാടിൻ്റെ മക്കളായ അവർക്ക് സ്വന്തം മണ്ണിൽ അവകാശമില്ലാതായപ്പോൾ, കോർപ്പറേറ്റുകൾ അവരുടെ വേരുറുക്കാൻ വന്നപ്പോൾ, സാൻസ്വാമി അവർക്ക് മുന്നിൽ ഒരു കാവൽ മരമായി നിന്നു. നിയമപുസ്തകങ്ങളിലെ കറുത്ത അക്ഷരങ്ങൾ പാവപ്പെട്ടവൻ്റെ നെഞ്ചിൽ കനലായി മാറിയപ്പോൾ, അവർക്ക് വേണ്ടി കോടതി മുറികളിൽ ശബ്ദമുയർത്തിയ ആത്മീയതയുടെ കരുത്തായിരുന്നു സാൻസ്വാമി. എന്നാൽ ഭരണകൂടത്തിന് അദ്ദേഹം ഒരു അപകടകാരിക ആയിരുന്നു. കാരണം ചോദ്യം ചോദിക്കുന്നവർ അധികാരികൾക്ക് എപ്പോഴും പേടി സ്വപ്നമാണ്. 2018 ഭീമ കൊറേഗാവ് കേസിൽ ഗൂഢാലോചനക്കാരനെന്ന് മുദ്രകുത്തി. 83-ാമത്തെ വയസ്സിൽ ആ വൃദ്ധനെ രാജ്യം തടവിലാക്കി. UAPA എന്ന കരിനിയമത്തിൻ്റെ ചങ്ങലകൾ ആ കൈകളിൽ വീണു. ഒരു ആയുധം പോലും തൊട്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് അധികാരികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് വിറയ്ക്കുന്ന കൈകൾ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പോലും സഹായം വേണ്ട അവസ്ഥ. ഒരു സീപ്പർ കുഴലിനായി ഒരു വൃദ്ധൻ നീതിപീഠത്തിന് മുന്നിൽ യാചിച്ചു. ആഴ്ചകളോളം അപേക്ഷ നിഷേധിക്കപ്പെട്ടപ്പോൾ തോറ്റുപോയത് സാൻസ്വാമിയല്ല, മറിച്ച് മനുഷ്യത്വം മരവിച്ച നമ്മുടെ ഭരണ സംവിധാനമായിരുന്നു. എന്നിട്ടും അദ്ദേഹം എഴുതി, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയാണെങ്കിലും ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. ആ പാട്ട് നീതിക്ക് വേണ്ടിയുള്ളതായിരിക്കും. 2021 ജൂലൈ 5 കോവിഡ് ബാധിച്ച് ശ്വാസം കിട്ടാതെ ഒരു ആശുപത്രി കിടക്കിൽ അദ്ദേഹം കണ്ണടച്ചു. ഒരു തടവുകാരനായി അദ്ദേഹം മരിക്കണം എന്നത് ഭരണകൂടത്തിൻ്റെ വാശിയായിരുന്നു. എന്നാൽ ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ രക്തസാക്ഷി എന്നാണ്. ആ ശരീരം മണ്ണിൽ ലയിച്ചിട്ടുണ്ടാകാം, പക്ഷേ അദ്ദേഹം ജ്വലിച്ച ആ തീജ്വാല ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉള്ളിൽ എരിയുന്നുണ്ട്. ഫാദർ സാൻസ്വാമി ഒരു വ്യക്തിയല്ല, അതൊരു വികാരമാണ്. നിശബ്ദമാക്കപ്പെട്ടവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ്. അനീതിക്കെതിരെ നമ്മൾ ഉയർത്തുന്ന ഓരോ ശബ്ദത്തിലും സാൻസ്വാമി ഇന്നും ജീവിക്കുന്നു.